പട്ടാൻകോട്ടിൽ ഞങ്ങളുടെ പ്രതിനിധികൾ പ്രദീപ് പിള്ളയും അതുപോലെ ജിഷ്ണു കൃഷ്ണനും ഉണ്ട്. ഞാൻ ജിഷ്ണുവിലേക്ക് പോവുകയാണ്. ജിഷ്ണു, പട്ടാൻകോട്ടിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു ഡ്രോൺ പറന്നു പോകുന്നതിന് സാക്ഷ്യം വഹിച്ചവരാണ് നിങ്ങൾ. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ, ആ ചങ്കടിപ്പ് മാറിയോ? ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു സംഘർഷം അല്ലെങ്കിൽ ആ ഒരു കാലുഷ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ അവിടെ? അൽനബിയാർ, നിലവിൽ പത്താൻകോട്ട് മേഖലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി തവണ സൈറൺ മുഴങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നേരം പുലർന്നതിന് ശേഷം ഒരു തവണ മാത്രമാണ് ഇത്തരത്തിൽ, അതായത് ഒരു 10:15 കൂടിയാണ് പാകിസ്ഥാൻ ഡ്രോണുകൾ പത്താൻകോട്ട് മേഖലയിൽ എത്തിയിട്ടുള്ളത്. പത്താൻകോട്ടിനെ സംബന്ധിച്ച് ഭാരതത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ പത്താൻകോട്ട് എന്നുള്ള മേഖല ഏറെ നിർണായകമാണ്. അതായത് ജമ്മു കാശ്മീരിലേക്ക് ആവശ്യമായിട്ടുള്ള സൈനിക തലത്തിലുള്ള യുദ്ധോപകരണങ്ങളെല്ലാം സംഭരിച്ചു വെക്കുന്ന, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിന് ബാക്കപ്പ് നൽകുന്ന സൈനിക താവളങ്ങൾ നിലകൊള്ളുന്ന മേഖലയാണ് പത്താൻകോട്ട് എന്നുള്ളത്. വലിയ സൈനിക താവളങ്ങളും വലിയ തയ്യാറെടുപ്പുകളും നിലവിൽ പത്താൻകോട്ട് മേഖലയിൽ സൈന്യം നടത്തി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി പത്താൻകോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണം നടത്താൻ പാകിസ്ഥാൻ തുടർച്ചയായി ശ്രമിക്കുന്നത്. ഇന്ന് 10:15 കൂടിയാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഡ്രോൺ പത്താൻകോട്ടിലെ സൈനിക താവളത്തിന് മുകളിലേക്ക് എത്തിയിട്ടുള്ളത്. വളരെ കൃത്യമായി നമ്മൾ പത്താൻകോട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ നിരവധി തവണ സ്ഫോടനത്തിന്റെ ശബ്ദം കേൾക്കുകയും പിന്നീട് ആളുകൾ ഇത്തരത്തിൽ ആകാശത്തേക്ക് നോക്കുന്ന സമയത്താണ്, വാഹനം നിർത്തിക്കൊണ്ട് ശ്രദ്ധിച്ച സമയത്ത് ആകാശത്ത് ഡ്രോൺ പറക്കുകയും അതിനെ വെടിവെച്ച് വീഴ്ത്തുന്നത് തത്സമയമായി കാണുകയും ചെയ്തിട്ടുള്ളത്. പത്താൻകോട്ടിലെ എയർഫോഴ്സ് സ്റ്റേഷന് സമീപമാണ് ഈ ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയത് എന്നുള്ളത് പിന്നീട് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലും തുടർച്ചയായി രാത്രി കാലങ്ങളിൽ ഇരുട്ടിന്റെ മറവിലാണ് ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഭാരതത്തിന് നേരെ നടത്താനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തിയതെങ്കിൽ ഇപ്പോൾ വെളിച്ചത്തിൽ രാവിലെ 10:15 കൂടിയാണ് പട്ടാൻകോട്ടിന് മുകളിൽ പാകിസ്ഥാന്റെ ഡ്രോൺ എത്തിയിട്ടുള്ളത്. അത് രാത്രിയിലാണെങ്കിലും പകൽ സമയത്താണെങ്കിലും പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും വളരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ, അതിനെ തകർക്കാൻ, അടിച്ചു വീഴ്ത്താൻ തക്ക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ അതിർത്തി മേഖലയിലെല്ലാം തന്നെ സുസജ്ജമാണ്. നമുക്ക് പത്താൻകോട്ടിൽ വലിയ രീതിയിലുള്ള സേനാ നീക്കം കാണാൻ സാധിക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ സൈനിക വിന്യാസം ജമ്മു കാശ്മീരിലേക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും തന്നെ പ്രതിരോധ മന്ത്രാലയം നൽകിയിട്ടില്ല. ഒപ്പം അതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് പുറത്തുവിടാൻ സാധിക്കില്ല. ഒരു കാരണവശാലും അത്തരം ദൃശ്യങ്ങൾ തത്സമയം കാണിക്കരുതെന്നും അത് പകർത്തരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഏതായാലും ഞങ്ങൾ ഇപ്പോഴുള്ളത് ജമ്മു കാശ്മീരിൻ്റെ കവാടമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന പഞ്ചാബ് അതിർത്തിയിലെ പാകിസ്ഥാനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന, പാകിസ്ഥാൻ അതിർത്തിയോട് ഏകദേശം 18 കിലോമീറ്റർ മാത്രം അടുത്ത് കിടക്കുന്ന പട്ടാൻകോട്ട് മേഖലയിലാണ്. ഇന്ന് രാവിലെ 10:15 കൂടിയാണ് പട്ടാൻകോട്ടിലെ സൈനിക താവളത്തിന് മുകളിൽ ഡ്രോൺ ആക്രമണം നടത്താനുള്ള ഒരു പാഴ്ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള പ്രകോപനങ്ങൾക്ക് അതിശക്തമായ തിരിച്ചടി പാകിസ്ഥാന്റെ മണ്ണിൽ ഭാരതം നൽകിയിരുന്നു. അത്തരം തിരിച്ചടികൾ ഏറ്റുവാങ്ങിയിട്ടും മതിയാകാതെ ഇരന്നു വാങ്ങാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും പാകിസ്ഥാന്റെ ഓരോ പ്രകോപനത്തിനും അതിശക്തമായിട്ടുള്ള മറുപടി നൽകും എന്ന് ഭാരതം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പത്താൻകോട്ടിൽ നാട്ടുകാരൊക്കെ പരിഭ്രാന്തിയിലാണോ? അവിടെ ജനജീവിതം എങ്ങനെ പോകുന്നു? റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും അവരുടെ യാത്രയ്ക്കും മറ്റും. അവിടെ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? പൊതുവിൽ ജനങ്ങളുടെ പ്രതികരണം എന്താണ്? അൽനബിയാർ, ജനജീവിതം സാധാരണമായി തന്നെ പോകുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഡ്രോണുകൾ വരുന്നതും അത് വളരെ ഫലപ്രദമായി 101% വിജയകരമായി ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുന്നതും ഇവിടെയുള്ള ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഒപ്പം ഇത്തരത്തിൽ കലുഷിതമായൊരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിരവധി തവണ പട്ടാൻകോട്ടിലും ഗുരുദാസ്പൂറും ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം ബ്ലാക്ക് ഔട്ട് ഡ്രില്ലുകൾ, എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നേരിടേണ്ടത് എന്ന് പൗരന്മാർക്ക് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ബ്ലാക്ക് ഔട്ട് ഡ്രില്ലുകൾ നടത്തിയിരുന്നു. അതുകൊണ്ട് ജനജീവിതം സാധാരണമായി മുൻപോട്ട് പോകുന്നുണ്ട്. പക്ഷേ സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാണ്. ഹരിയാനയിൽ നിന്ന് പഞ്ചാബ് അതിർത്തിയിലേക്ക്, ഒപ്പം പഞ്ചാബിൽ നിന്ന്
ജമ്മു കാശ്മീരിലേക്ക് കടക്കുന്ന അതിർത്തിയിൽ ഈ പ്രധാനപ്പെട്ട റോഡുകളിൽ എല്ലാം തന്നെ പോലീസിൻ്റെയും ഒപ്പം CRPFിൻ്റെയും സൈന്യത്തിൻ്റെയും വിവിധ തരത്തിലുള്ള വിവിധ ലെയറുകളിലുള്ള സുരക്ഷാ പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നും വൈകിട്ട് മുതൽ നാളെ പുലർച്ചെ വരെ പഠാൻകോട്ട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ്മെന്റ് ചെയ്യും എന്നുള്ള അറിയിപ്പാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. കാരണം അത്തരത്തിൽ പൂർണ്ണമായും വിളക്കുകൾ വെളിച്ചം അണച്ചുകൊണ്ട് മാത്രമേ ഈ പ്രതിരോധ സംവിധാനങ്ങൾ നമുക്ക് കർശനമാക്കാൻ സാധിക്കൂ. ഒപ്പം വെളിച്ചമുണ്ടാവുകയാണെങ്കിൽ ഈ പ്രദേശത്ത് നടക്കുന്ന നീക്കങ്ങൾ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ജമ്മുവിലെ പൂർണ്ണമായിട്ടുള്ള മേഖല ഒപ്പം ശ്രീനഗർ പ്രദേശം താഴത്തേക്ക് പരിശോധിക്കുമ്പോൾ പഠാൻകോട്ടും ഗുരുദാസ്പൂറും ഉൾപ്പെടെയുള്ള പഞ്ചാബ് അതിർത്തി പ്രദേശങ്ങൾ, അമൃത്സർ, രാജസ്ഥാനിലെ ജയ്സാൽമീർ, ഗുജറാത്തിലെ കച്ച് ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തുടർച്ചയായി ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ്മെന്റ് ചെയ്യുകയും പൂർണ്ണമായും വെളിച്ചം ഒഴിവാക്കുകയും പാകിസ്ഥാൻ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അക്രമം വളരെ ഫലപ്രദമായി 101% വിജയകരമായി പ്രതിരോധിക്കാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്. ആ പ്രതിരോധ നിരയിലുള്ള വിശ്വാസമാണ് ഈ മേഖലയിലെ എല്ലാം സാധാരണക്കാരുടെ ജീവിതം അത് എല്ലാ രീതിയിലും എന്ന പോലെ സാധാരണഗതിയിൽ പോലെ മുൻപോട്ട് പോകുന്നു. ഒപ്പം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ പഠാൻകോട്ടിലും ജമ്മു കാശ്മീരിലും ഉൾപ്പെടെ നിന്നുകൊണ്ട് ഇത്തരത്തിൽ തത്സമയ റിപ്പോർട്ടിങ്ങും പുറത്ത് മാധ്യമ പ്രവർത്തനം നടത്തുന്നതും ഭാരതത്തിൻ്റെ പ്രതിരോധ സംവിധാനം അത്രമേൽ ശക്തമാണ്, അല്ലെങ്കിൽ 101% വിജയമാണ് എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഏതായാലും ഇന്നിപ്പോൾ പകൽ സമയത്ത് 10:15 കൂടി പഠാൻകോട്ടിന് മുകളിൽ ഈ ഒരു ഡ്രോൺ ആക്രമണം നടന്ന പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ നിർത്താൻ ഭാവമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ഓരോ പ്രകോപനങ്ങൾക്കും അതിശക്തമായിട്ടുള്ള മറുപടി പാകിസ്ഥാന്റെ മണ്ണിൽ നൽകാനുമുള്ള തയ്യാറെടുപ്പ് ഭാരതത്തിന്റെ സൈന്യം നടത്തിയിട്ടുണ്ട്. അതിനനുസൃതമായിട്ടുള്ള ക്രമീകരണം മുൻപോട്ട് പോകുന്നുണ്ട്. ഒപ്പം കൂട്ടിച്ചേർക്കേണ്ടത് വ്യോമപാതയിൽ മാത്രമല്ല കരമാർഗത്തിൽ അതിശക്തമായ സംഘർഷം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നിയന്ത്രണ രേഖയിൽ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. രജൌരി മേഖലയിൽ കടുത്ത ഷെല്ലാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. അവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. പൂഞ്ച് മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ഷെല്ലാക്രമണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 16 മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. പൂഞ്ച്, രജൌരി കൂടാതെ ഉറി, കുപ്വാര, ബാരാമുള്ള മേഖലകളിലാണ് നിയന്ത്രണ രേഖയിൽ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും ഭാരതത്തിൻ്റെയും സൈനിക പോസ്റ്റുകൾക്ക് നേരെയും വെടിവെപ്പും ഷെല്ലാക്രമണവും പാകിസ്ഥാൻ നടത്തുന്നത്. ഓരോ ഷെല്ലിനും ഓരോ വെടിയുണ്ടയ്ക്കും അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിന് അപ്പുറത്തേക്ക് ലേ ലഡാക്ക് മേഖലയിൽ ലേയിലെ സൈനിക താവളത്തിന് മുകളിലും ഡ്രോൺ ആക്രമണം നടത്താനുള്ള ഒരു ശ്രമം പാകിസ്ഥാൻ നടത്തിയിരുന്നു. അതും ഫലപ്രദമായി പ്രതിരോധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാണ്. ഒരു പ്രഖ്യാപനമില്ലാതെ, യുദ്ധപ്രഖ്യാപനമില്ലാതെ പാകിസ്ഥാനും ഭാരതവും തമ്മിലുള്ളൊരു തുറന്ന യുദ്ധത്തിലേക്ക് വ്യോമമാർഗത്തിലും കരമാർഗത്തിലും കടന്നു പോകുന്നു എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അനിൽ നമ്പ്യാർ. ജനൻ TV വാർത്താ സംഘം പഠാൻകോട്ടിൽ ഉണ്ട്. പഠാൻകോട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയും അതുപോലെ ഞങ്ങളുടെ പ്രതിനിധി ജിഷ്ണു കൃഷ്ണനുമുണ്ട്.